നിതാഖത്ത് പദവികൾ ഉദാരമാക്കുന്നതിനായി ആശങ്കകളോടെ ഓടി നടക്കുന്ന ആയിരക്കണക്കിന് മലയാളി സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെസ്റ്റോ പ്രവാസ ജാലകത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതൊരു പുരുഷന്റെ വിജയത്തിനു പിന്നിലും ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്. സൗദിയിലെ ഏറ്റവും പ്രശസ്തനായ മലയാളി DCM സിബി ജോർജിന്റെ വിജയത്തിനു പിന്നിൽ ആരാണുള്ളത്? കാണുക പ്രവാസജാലകം എക്സ്ക്ലൂസീവ് അഭിമുഖം. ശ്രീമതി ജോയ്സ് സിബി ജോർജ് ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നുവരുന്നു. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള സൗദി അറേബ്യയിലെ ചീഫ് ഓഫ് മിഷൻ എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് 22 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ തൊഴിൽ സമൂഹത്തിനായി കർമ്മനിരതനാവുന്ന DCM 60,000-ഓളം ഹുറൂബിന്റെ ഇരകളെയാണ് ഇന്ത്യൻ എംബസിക്ക് കീഴിലും ജിദ്ദ കോൺസുലേറ്റിന് കീഴിലും രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പം 1 ലക്ഷത്തോളം പേർക്ക് ഔട്ട് പാസ് വിതരണത്തിന് സാധിച്ചു. നിതാഖത്ത് നിയമപരിഷ്കാരങ്ങൾ പൂർത്തിയാവുന്നതോടെ സൗദിയിലെ ഇന്ത്യൻ തൊഴിൽ സമൂഹം നേരിടുന്ന ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാവുമെന്ന് തന്നെയാണ് DCM കരുതുന്നത്. സൗദിയിലെ ഇന്ത്യൻ തൊഴിൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിനു ശേഷം സാമ്പത്തിക രംഗങ്ങളിലും കലാ സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് DCM പ്രവാസജാലകത്തോട് വ്യക്തമാക്കി. DCM സിബി ജോർജിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഒരു കൈസഹായമായി ഭാര്യ ജോയ്സ് ഉണ്ട്. ഗൃഹാതുരത്വത്തിന്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്ന ഒട്ടേറെ ചിത്രങ്ങൾക്ക് നിറക്കൂട്ട് നൽകിയ ജോയ്സിയുടെ ചിത്രരചനാ രംഗത്തെ കഴിവുകൾ ഏറെ പ്രശംസനീയമാണ്. ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലെ B292 നമ്പർ ഔദ്യോഗിക വസതിയിലെ ചുമരുകളിൽ അലങ്കരിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ മാത്രമല്ല, അവർ വരച്ച ഒട്ടേറെ ചിത്രങ്ങളുടെ പ്രദർശനം അടുത്തുതന്നെ റിയാദിൽ നടക്കാനിരിക്കുകയാണ്. മാരേജ് കഴിഞ്ഞ് പ്ലസ് അറിയുന്നത് എനിക്കിങ്ങനെ ഒരു ടാലൻ്റ് ആയിരുന്നു. പിന്നെ വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ അതൊരു സീരിയസ് ആയിട്ട് എടുത്ത് മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ്. US ചെന്നപ്പം അതിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് 3 years അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് സിബിയുടെ പ്രചോദനമാണ് ബേസിക്കലി ഇത് വരയ്ക്കാനായിട്ടുള്ള ഒരിത്. പിന്നെ എനിക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഒത്തിരി ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ പഠിക്കാനും. പലതും നോക്കുമ്പം കാണാൻ നല്ല ഹിസ്റ്റോറിക്കലായിട്ടാണ് വരുന്നത് പിക്ചേഴ്സാണ്. പിന്നെ ബേസിക്കലി ഇന്ത്യനെ ബേസ് ചെയ്തുള്ള പടങ്ങളാണ് വരയ്ക്കുന്നത്. എനിക്ക് കൂടുതൽ വരയ്ക്കണം, കൂടുതൽ എക്സിബിഷൻസ് ചെയ്യണം, കൂടുതൽ ഇന്ത്യൻ ഹിസ്റ്റോറിക്കലും പിന്നെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളും എല്ലാം എൻ്റെ പെയിൻറ്റിങ്സിൽ വരുത്തണമെന്നുണ്ട്. പല മിഷൻസിലായിരിക്കും, പല കൺട്രീസിലായിരിക്കും. സോ ഐ വാണ്ട് ടു ഷോ ഇന്ത്യ ഇൻ മൈ വേ. പുരുഷാധിപത്യത്തിന്റെയും ആധുനിക ലോകക്രമത്തിന്റെയും സാമ്രാജ്യത്വ ആഗോളീകരണത്തിന്റെയും ഇരകളായ സ്ത്രീ സമൂഹത്തിന്റെ നിസ്സഹായതകൾ അവരുടെ ചിത്രങ്ങളിൽ ഒരു നിലവിളിയോടെ നമ്മെ എതിരേൽക്കുന്നു. കാലത്തിന്റെ ക്രൂരതകൾക്കുമേൽ നിസ്സഹായരായി വിലപിക്കുക മാത്രമല്ല, പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. മക്കൾ സ്കൂളിലും ഭർത്താവ് സിബി ജോർജ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനും പോയി കഴിഞ്ഞാൽ പിന്നെ തനിച്ചുള്ള പകൽ സമയത്ത് ജോയ്സിനു കൂട്ട് ഈ ചിത്രങ്ങൾ മാത്രം. റിയാദ് സന്ദർശിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ഇവിടം സന്ദർശിക്കുകയും ഈ ചിത്രങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട്. ദീർഘകാലം ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചതുകൊണ്ടാവാം ജോയ്സിയുടെ ഛായക്കൂട്ടുകളിൽ ഗതകാല സ്മരണകളുടെയും ഒട്ടേറെ ദേശീയതകളുടെയും സ്പർശമുണ്ട്. ദേശഭാഷാ വ്യത്യാസമില്ലാതെ ആരെയും തന്റെ ചിത്രങ്ങളിലെ നായകന്മാരാക്കുകയാണ് ഈ VIP ആയ ചിത്രകാരി. അമ്മയുടെ ചിത്രരചനകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മക്കൾ +2 വിദ്യാർത്ഥിനി എൽഹിദ, 9ാം ക്ലാസ്സുകാരി ആയില്യ, 3ാം ക്ലാസ്സുകാരൻ വക്കൻ എന്നിവർ കൂടെ തന്നെയുണ്ട്. പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഒരേപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ കുട്ടികൾ റിയാദ് ഇന്റർനാഷണൽ സ്കൂളിലെ മിന്നുന്ന താരങ്ങൾ തന്നെയാണ്. As we all know, we will shine upon that star. You show your love, God, you're beautiful. You told me you'll be there for me. I feel your love, 'cause I do believe. I see you smile down on me. To love
DCMന്റെ മക്കൾ എന്ന നിലയ്ക്കുള്ള യാതൊരു ഔദ്യോഗിക അംഗീകാരങ്ങളും ഔദാര്യങ്ങളും തങ്ങൾക്ക് ആവശ്യമില്ലെന്നും സ്വന്തം കഴിവുകൾ കൊണ്ട് അംഗീകാരം സ്വന്തമാക്കുന്നതിലാണ് തങ്ങൾക്ക് താല്പര്യമെന്നും കുട്ടികൾ പ്രവാസജാലകത്തോട് പറഞ്ഞു. All of us are treated equally because teachers, they treat us equally. If we are treated like special, അറിയാമോ DCMന്റെ മക്കളാണെന്ന് അറിയാമോ? അറിയാം. ആ റെസ്പെക്ട് കിട്ടുന്നുണ്ടോ? അല്ല അങ്ങനെയില്ല. The teachers will all treat us equally. It's their duty. I mean, we don't want to be treated extra special. ഏതൊരു വിഷയത്തെക്കുറിച്ചും എത്ര വാചാലമായാണ് ഈ കുട്ടികൾ പ്രതികരിക്കുന്നത്. വരാനിരിക്കുന്ന നാളുകളിൽ റിയാദിലെ വിവിധ വേദികളിൽ ഈ കുട്ടികളുടെ മികച്ച പ്രകടനങ്ങൾ നാം കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. സൗദിയിലെ ഏറ്റവും ഉന്നതരായ മലയാളി കുടുംബം ഏതെന്ന ചോദ്യത്തിനും ഉത്തരം ഇതുതന്നെയാണ്. Look at a beautiful rose flower. When it's fresh and beautiful, we see several friends roaming around it. We see butterflies, we see bees and beetles, we even see small birds. But when the same rose is dead, we see no friends around it. Friendship is the best relationship in this world. Friends come in many forms: classmates, peer groups, parents, teachers, neighbors, and even pets. Friendship overcomes the divisions of caste, religion, language, region, and gender. Friendship is very important in today's world. That is why we celebrate International Friendship Day in August every year. One of the important qualities of friendship is the ability to appreciate each other. Mahatma Gandhi once told about his friend Nehru, "I do not understand what this man says. I do not agree in what he believes in. But one thing I can tell you. After my death, this man will speak my language." These words of appreciation, understanding, and respect for a friend was behind the success story of Gandhi Nehru, the team which led India to freedom. Think about a nation that prides itself in having a nature's bounty, an earlier civilization, a rich and varied cultural heritage, and a glorious past. That is my great India. Home to the Dravidians, Aryans, Mughals, Persians, and the influence of the West, we are a melting pot of the world's finest cultures, philosophies, sciences, arts, and skills. Today, more than our culture and sculpture, our art and architecture, it is our feeling of oneness that keeps us together. We all come from different parts of India. We are a nation of unity in diversity. With this unity, under the leadership of Mahatma Gandhi, we won freedom, defeating the mightiest nation of the world. We always played together in school in America. He was a very good boy. He was honest, sincere, and hard-working boy. Today morning, I spent 1 hour watching TV. What did I see? Murder and bloodshed, bombs and bullets, guns and tanks. നീതിക്കു വേണ്ടിയും മൂല്യങ്ങൾക്കു വേണ്ടിയും സാധാരണക്കാരനു വേണ്ടിയും പ്രവർത്തിക്കുവാൻ സന്മനസ്സുള്ള DCM സിബി ജോർജിനും കുടുംബത്തിനും പ്രവാസജാലകത്തിന്റെയും ജയ്ഹിന്ദ് TVയുടെയും ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെയും 1000 അഭിവാദനങ്ങൾ. നന്മ നിറഞ്ഞ ഈ കുടുംബത്തിന് സമ്പന്നമായ ഒരു ഭാവിക്കായി സൗദിയിലെ 22 ലക്ഷം ഇന്ത്യക്കാരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. This is where the family makes merry. When you buy clothes, shoes and grocery, toys or trinkets, all you name. Shopping here is the whole you get. Nesto, Nesto, the family store next door. Nesto, your family superstore. Nesto Hypermarket, Beta Riyadh and Al Bilad Mall, Dammam. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. तारा समान बेटा आया, भर गई रोशनी,
Stardust, torch and emergency lamps, brightening the future. You wish it. We have it. City Flower Department Stores. വാർത്തകൾക്ക് മരണമില്ല. സൗദിയിലെ അവസാനത്തെ മലയാളിയും നാട്ടിലെത്തുന്നതുവരെ ഈ വാർത്തകൾ അഭംഗുരം തുടർന്നുകൊണ്ടേയിരിക്കും. മരണമില്ലാത്ത വാർത്തകളുമായി സൗദി വാർത്തകൾ കാണുക ബ്രീഫ്. കാർഗോ സർവീസ് രംഗത്തെ ഗൾഫിലെ പ്രമുഖരായ ABC കാർഗോക്ക് ISLQ അംഗീകാരം ലഭിച്ചു. 2013 ഗോൾഡൻ അവാർഡിനാണ് കമ്പനി അർഹത നേടിയതെന്നും GCCയിൽ ആദ്യമായാണ് ഒരു കാർഗോ കമ്പനിക്ക് ഈ അംഗീകാരം ലഭിക്കുന്നതെന്നും ABC കാർഗോ MD ഷെരീഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 1 പാരീസിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങുമെന്ന് ഷെരീഫ് അറിയിച്ചു. വസ്ത്രവ്യാപാര രംഗത്തും റീറ്റെയിൽ രംഗത്തും പ്രവർത്തിക്കുന്ന സൗദിയിലെ സജിലി ഗ്രൂപ്പ് ബത്തേൽ ആരംഭിച്ച സജിലി ഫാഷൻ ക്രിയേറ്റേഴ്സ് വ്യവസായ പ്രമുഖൻ നാസർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയ ഫാഷനിലുള്ള ലേഡീസ് ബാഗുകളുടെ വലിയ കളക്ഷനാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്നും റമദാനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചതായും മാനേജിംഗ് ഡയറക്ടർ സജി ജോസ് അറിയിച്ചു. ജീവകാരുണ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന റിയാദിലെ മൈത്രി കരുണാകപ്പള്ളി കൂട്ടായ്മ 7ാം വർഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരവും മറ്റ് വിനോദ വിജ്ഞാന പരിപാടികളും ശ്രദ്ധേയമായി. മഹാത്മാ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന പരിപാടിയിൽ പ്രസിഡന്റ് മജീദ് അധ്യക്ഷത വഹിച്ചു. നോർക്ക സൗദി കൺസൾട്ടന്റ് ഷിഹാബ് കുട്ടുകാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷംനാദ്, മഹാത്മാ ഇൻ്റർനാഷണൽ സ്കൂൾ ചെയർമാൻ അബ്ദുൽ ജബ്ബാർ, സജി കായംകുളം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചടങ്ങിൽ സംഘടനയുടെ ജീവകാരുണ്യ ഫണ്ട് കൺവീനർ നസീർ ഖാന് കൈമാറി. റിയാദിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 350ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ചിത്രരചനാ മത്സരവും പ്രച്ഛന്ന വേഷ മത്സരവും ശ്രദ്ധേയമായി. Thank you. Have a nice day. കല്ല് കൊത്താനുണ്ടോ കല്ല്, കല്ല് കൊത്താനുണ്ടോ കല്ല്. മികച്ച നിലവാരം പുലർത്തിയതായി വിധികർത്താക്കൾ വിലയിരുത്തി. പത്മിനി നായർ, ഹഫ്സ ടീച്ചർ, ശശി പിള്ള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദേശീയത, മതസഹോദര്യം, സ്ഥിതിസമത്വം, സഹിഷ്ണുത, ലോകസമാധാനം എന്നീ വിഷയങ്ങളിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ദർശനങ്ങൾ ഏതൊരു കാലഘട്ടത്തിലേക്കും ഏതൊരു സമൂഹത്തിലേക്കും അനുരൂപമാണെന്നും ഇസ്ലാമിൽ നിന്ന് തന്നെ വഴിതെറ്റിപ്പോയ മുസ്ലിം നാമധാരികളെ ഒറ്റപ്പെട്ട ചില ക്ഷുദ്രജീവികളുടെ പ്രവർത്തനങ്ങൾ മഹത്തായ പ്രസ്ഥാനത്തെ തെറ്റിദ്ധാരണയുടെ മുൾമുനയിൽ നിർത്തുകയാണെന്നും ഫ്രണ്ട്സ് ക്രിയേഷൻസ് റിയാദിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. ഇസ്ലാം മാനവികത എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഉബൈദ് അധ്യക്ഷത വഹിച്ചു. സിറ്റി ഫ്ലവർ CEO ഫസൽ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും മാസമായ പരിശുദ്ധ റമദാൻ സമാഗതമാവുമ്പോൾ നിതാഖാത്തിൻ്റെയും സ്വദേശിവൽക്കരണത്തിൻ്റെയും പേരിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്കായി സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സാന്നിധ്യമൊരുക്കുവാൻ എല്ലാ മനുഷ്യസ്നേഹികളും മുന്നോട്ട് വരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. റിയാദിൽ സംഘടിപ്പിച്ച വായനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം മഹാത്മാ ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്നു. പ്രമുഖ എഴുത്തുകാരൻ PJJ ആൻ്റണി മുഖ്യാതിഥിയായിരുന്നു. ജീവിതത്തെ ഗൗരവപൂർവ്വം സമീപിക്കുന്നതിനും തീക്ഷ്ണമായ അനുഭവങ്ങളെ നേരിടുന്നതിനും വായന അത്യാവശ്യമാണെന്നും പുതിയ തലമുറ അക്ഷരങ്ങൾക്ക് പകരം ഇൻ്റർനെറ്റ് കീബോർഡുകളോട് കൂടുതൽ ചങ്ങാത്തം കൂടിയിരിക്കുകയാണെന്നും PJJ പറഞ്ഞു. യഥാർത്ഥ ജീവിതാനുഭവങ്ങൾക്ക് പകരം വയ്ക്കാവുന്ന ഒന്നാണ് ഗൗരവമേറിയ വായന. വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതം സംബന്ധമാക്കുന്നതിന് അവരെ നല്ല വായനക്കാരാക്കാൻ രക്ഷിതാക്കൾ പ്രേരിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് നീണ്ടകാലം വികസനത്തിൻ്റെയും പുരോഗതിയുടെയും ഭരണം കാഴ്ചവെച്ച് നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഭാരതത്തെ ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിർത്തിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രാജ്യം തിരിച്ചു നൽകിയത് കുറേ രക്തസാക്ഷികളെയായിരുന്നുവെന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് സുരേന്ദ്രൻ റിയാദിൽ പറഞ്ഞു. OICC കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CM കുഞ്ഞിക്കുമ്പള പരിപാടി ഉദ്ഘാടനം ചെയ്തു. രഘുനാഥ് തളിയിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി കൂടാളി, രഘുനാഥ് പറശ്ശിനിക്കടവ്, ഹസ്കർ കണ്ണൂർ, അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. 70ഓളം സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും 100 കണക്കിന് പ്രാദേശിക സംഘടനകളുമുള്ള റിയാദിൽ മറ്റൊരു സംഘടന കൂടി ഉദയം കൊള്ളുന്നു. റിയാദ് ടാക്കീസ്.
വിഷ്വൽ മീഡിയ രംഗത്ത് പുതിയ ആശയങ്ങളും പ്രമേയങ്ങളുമായി പ്രവാസത്തിൻ്റെ കരുത്തുറ്റ നോവുകൾ ഡോക്യുമെൻ്ററിയിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെയും ആധുനിക വാർത്താമാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രചരിപ്പിക്കുകയാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് റിയാദ് ടാക്കീസ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. കലാസാഹിത്യരംഗങ്ങളിൽ യഥാർത്ഥ സർഗശേഷിയുള്ളവർ അവഗണിക്കപ്പെടുന്നുണ്ട്. ഇവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും. സാമൂഹിക നന്മ ലക്ഷ്യമാക്കിയുള്ള കലാസാഹിത്യ സൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കലാസംഗീത രംഗത്ത് നടക്കുന്ന ആഭാസങ്ങളെയും അനാശാസ്യ പ്രവണതകളെയും ശക്തമായി എതിർക്കും. ഉന്നതമായ ജീവിത മൂല്യങ്ങൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പ്രചരിപ്പിക്കും. പ്രവാസം എന്ന വിഷയത്തിൽ ചെറുകഥാ മത്സരം സംഘടിപ്പിക്കും. You wish it. We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മഖ പോളിക്ലിനിക്, ബത്ത, ബംഗ്ലാദേശ് മാർക്കറ്റിന് സമീപം. മയിൽപീലി റിയാലിറ്റി ഷോ സീനിയറിൽ റിയാദിലെ ഗായകർ മാറ്റുരയ്ക്കുന്നു. നിങ്ങളുടെ ആശീർവാദവും പ്രോത്സാഹനവും എല്ലായ്പ്പോഴും ഇവരോടൊപ്പം ഉണ്ടായിരിക്കണം. മയിൽപീലി റിയാലിറ്റി ഷോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രൈസസ് സ്പോൺസർഡ് ബൈ സാൻഫോർഡ് ഇലക്ട്രോണിക്സ് സൗദി അറേബ്യ, ഡോക്ടർ സമീർ പോളിക്ലിനിക്, റോയൽ ട്രാവൽസ് റിയാദ്, സന ഗോൾഡ് ചോക്ലേറ്റ്. പെണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൾ കിളുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ അഴകുള്ള രാവല്ലേ കുളിരും നിലാവല്ലേ അസർ മുല്ലപ്പൂ പോലെ അരികത്തു നീയില്ലേ കരിവീണയിൽ നാണത്തിന്റെ സുറുമയും എഴുതി പൂമുഖത്ത് കസവൊളി തൂകും തട്ടമൊന്നു മാറ്റുകയില്ലേ മുഞ്ചുള്ള പെണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൾ കിളുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ ഉറുമാകുന്നും കൈകളിൽ അറബി പൊന്നിൻ മോതിരം വെണ്ണക്കല്ലിൽ കാന്തിയിൽ തങ്ക കൊലുസിൻ ചിഞ്ചിലം അരയിലെ വെള്ളി അരഞ്ഞാണം ഇശലിൻ ശീലുകൾ പാടുമ്പോൾ കാതിൽ വിളങ്ങും ലോലാക്കോ ഒപ്പന താളം തുള്ളുന്നു മണവാട്ടിയാവുകയില്ലേ മധുരങ്ങൾ നൽകുകയില്ലേ എന്നാശ കിളിയല്ലേ കൽവിലെ നിധിയല്ലേ മൊഞ്ചുള്ള പെണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൾ കിളുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ كبد كهبل ويشكي قلبي
സുവർഗത്തിൻ തോപ്പിലെ മുഹബത്തിൻ കനിയാണു നീ. കൈകൾ കൊത്തിയൊളിക്കല്ലേ, കള്ള കൺകോണിയല്ലേ. ഏഴാം ബഹറിൻ ചേലല്ലേ, വാർമഴവില്ലിൻ നിറമല്ലേ. മാറ്ററിയാത്തൊരു പൊന്നല്ലേ, മാറിൽ നിറയെ കനവല്ലേ. പനിനീരിൻ മണമല്ലേ, 17 വരമല്ലേ. കമറിൻ്റെ ഒളിവല്ലേ, കൽക്കണ്ട കനിയല്ലേ. മഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ. കരിവളകൾ കിളുങ്ങുമ്പോ കൊഞ്ചുന്ന മൊഴിയല്ലേ. അഴകുള്ള രാവല്ലേ, കുളിരും നിലാവല്ലേ. അസർ മുല്ലപ്പൂ പോലെ അരികത്തു നീയില്ലേ. കരിമിഴിണയിൽ നാണത്തിന്റെ സുറുമയും എഴുതി, പൂമുഖത്ത് കസവൊളി തൂകും തട്ടമൊന്നു മാറ്റുകയില്ലേ. മൊഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ. കരിവളകൾ കിളുങ്ങുമ്പോ കൊഞ്ചുന്ന മൊഴിയല്ലേ. മുത്തുമാല എടുത്ത് കെട്ടി, മണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി. മുത്തുമാല എടുത്ത് കെട്ടി, മണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി. പൂമാല്യം ചൂടിയ മണവാളനെ, മുൻചേറും പുഞ്ചിരി തൂക്കും പുതുമാരനെ. മുത്തുമാല എടുത്ത് കെട്ടി, മണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി. ആകാശത്ത് തിളങ്ങുന്നുണ്ടേ, ഇരുളിന്റെ മൂട് പടം മാറിടുന്നുണ്ടേ. മുത്തുമാല എടുത്ത് കെട്ടി, മണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി. തെറ്റിലണയും സുന്ദരാംഗി, സ്വർഗീയ സുഖം നൽകാൻ വരും സഖിനി. മണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി. മണിയറക്കട്ടിലിന്റെ കുലുങ്ങിടുന്നു, മണവട്ടി കണ്ണും ചിമ്പി നാണം കൊള്ളുന്നു. വൈരക്കൽ മോതിരത്താൽ വിരലുകൾ മിന്നി, തങ്ക
കാൽപ്പണി തീർത്ത വളകിലുങ്ങി അനർഗാമുത്ത് മലയെടുത്ത് കിട്ടി മാണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി വൈരക്കൽ മോതിരത്താൽ വിരലുകൾ മിന്നി കാൽപ്പണി തീർത്ത വളകിലുങ്ങി. മയിൽപീലി റിയാലിറ്റി ഷോ നമുക്കായി സമർപ്പിച്ചത് പ്രൈസസ് സ്പോൺസർഡ് ബൈ സാൻഫോർഡ് ഇലക്ട്രോണിക്സ് സൗദി അറേബ്യ, ഡോക്ടർ സമീർ പോളിക്ലിനിക്, റോയൽ ട്രാവൽസ് റിയാദ്, സന ഗോൾഡ് ചോക്ലേറ്റ്. മഹത്തായ മറ്റൊരധ്യായം കൂടി വിട പറയുന്നു. കാലം മായുകയാണ്. നമ്മുടെ ആയുസ്സിന്റെ പുസ്തകത്താളുകൾ മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദൈവം കനിഞ്ഞു നൽകിയ ഈ അല്പായുസിനു മുൻപിൽ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാർ. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ മസ്സലാം.